എവിടെയാണാവോ? പിന്നെ ആ ഗ്യാരേജിന്റെ അവിടെയും പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി നോക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വണ്ടിയില്ലേ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, നീ വണ്ടിയിൽ തന്നെ ഇരുന്നാ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട. അയ്യോ അണ്ണാ, ഞാനും കൂടി കൂടെ വരാം. അയ്യോ വേണ്ട ഷിൻചാനെ, പണി കിട്ടും. ഞാൻ പറയണത് കേക്ക്. ആ ശരി അണ്ണാ, ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം. ഓക്കെ, ഷിൻചാനോട് ഞാൻ വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞു. അവനിനി പുറത്തേക്ക് പോവൊന്നുമില്ലല്ലോ. ഏയ് പോവില്ലെന്ന് വിചാരിക്കണം. ആ കാര്യം നമ്മൾ മിലിറ്ററി ബേസിൽ വരെ വണ്ടികൾ അടിച്ചു മാറ്റാൻ പോയിട്ടുണ്ട്. അന്നും ഷിൻചാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ നമുക്ക് സൈലൻ്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഷിൻചാനെ കൂടെ കൂട്ടാണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലത്തെ എൻട്രൻസ്. ഇവിടെ എനിക്ക് പോലീസുകാരൊന്നും കാണാനില്ല. നമുക്കെന്നൊരു കാര്യം ചെയ്യാം. ഈ വഴി അങ്ങ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. ഒരു മിനിറ്റ്, ഞാനിവിടെ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല. ഒരു മാസ്ക് എടുത്തിടാം. ഓക്കെ, ഇവിടെ ഞാൻ മാസ്ക് ഒക്കെ എടുത്തിട്ടു. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നേരെ ഇങ്ങ് താഴത്തേക്ക് ചാടാം. ഓക്കെ, ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ CCTV ക്യാമറ ഒന്നുമില്ല. അതന്നെ വലിയ കാര്യം. നമുക്കിനി പതുക്കെ അകത്തേക്ക് കയറാം. വെപ്പൺസ് കൈ പിടിക്കണ ഒരു ഗണ്ണ് കയ്യിൽ വയ്ക്കാം. ഈ ഗണ്ണിൽ പിന്നെ സപ്രസർ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. ഓക്കെ, ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. അല്ലെങ്കിൽ വേണ്ട, ഗണ്ണ് വേണ്ട. സപ്രസർ വെച്ച് അടിച്ചിട്ടും കാര്യമില്ല. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയും. ഗണ്ണ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതാ മറ്റേ സെല്ലിൻ്റെ ഏരിയ. ഇതെന്തത്? സെല്ലിൻ്റെ അകത്ത് ആരുമില്ലല്ലോ. എന്താണാവോ, ലോസ് ആൻഡോസിൽ ഈ അടുത്തായിട്ട് ക്രൈമൊന്നും നടക്കണില്ല. അല്ല, ഞാനും തൊട്ട് ഇവിടെ ഒക്കെ തപ്പണ്. വണ്ടി ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യോ? അത് ഗ്യാരേജിലല്ല ഉണ്ടാവുക. പക്ഷേ ഇവിടെ എത്ര പോലീസുകാരുണ്ട് അതും കൂടി ഉറപ്പ് വരുത്തിക്കണം. എന്നിട്ട് വേണം ഗ്യാരേജിലേക്ക് പോകാനായിട്ട്. ഇവിടെ ലെഫ്റ്റിലെ ഗ്യാരേജിലേക്ക് പോകാൻ വഴിയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. പുറത്ത് ഷട്ടർ ഉണ്ടാവുമല്ലോ, ആ ഷട്ടർ ലോക്കാണോന്ന് എനിക്കറിയില്ല. ഇവിടെ പിന്നെ പോലീസുകാരൊന്നും കാണാനില്ല ഏട്ടാ. അകത്ത് ഒരു പോലീസുകാരനും ഇല്ല. ഇവിടുത്തെ പോലീസുകാരൊക്കെ കൊള്ളാം. ഞാനിവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കറങ്ങി നടക്കുക. ഓക്കെ, പുറത്ത് 2 പോലീസുകാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ നിന്ന് പോയാലേ നമുക്ക് ആ ഗ്യാരേജ് വരെ പോകാൻ പറ്റുള്ളൂ. അകത്തേക്കും വഴിയുണ്ട് ഗ്യാരേജിലേക്ക് കയറാനായിട്ട്. പക്ഷേ പുറത്തുള്ള ഷട്ടർ ലോക്കാണെങ്കിൽ നമുക്ക് പിന്നെ വണ്ടി എടുത്ത് പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ 2 പോലീസുകാർ അവിടെ നിൽക്കണില്ലേ, അവരവിടെ നിന്ന് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏത് റൂം? ഇതിൻ്റെ അകത്ത് നിറച്ച് വെപ്പൺസാ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. എനിക്ക് വെപ്പൺസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ 2 പോലീസുകാർ അവിടെ നിൽക്കണില്ലേ, അവരവിടെ നിന്ന് പോയേക്കാണ് കേട്ടാ. നമുക്ക് പതുക്കെ പുറത്തേക്ക് കിടക്കാം. ഈ ഭാഗത്ത് എനിക്ക് ക്യാമറ ഒന്നും കാണാനില്ല. അവിടെ ആരെങ്കിലും നിൽക്കണ്ട? അവിടെ ആരും ഇല്ല. ഇവിടെ മേലെ ഒരു ക്യാമറ ഉണ്ട്. പക്ഷെ നമ്മൾ ക്യാമറയുടെ അടിയിൽ കൂടെ പോണേ, അതുകൊണ്ട് കാണില്ല എന്ന് വിചാരിക്കണു. നമ്മൾ പിന്നെ മാസ്കും ഇട്ടുണ്ടല്ലോ, അതുകൊണ്ട് സീനില്ല. ഓക്കെ, അവിടെ ഒരു പോലീസുകാരൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് കേട്ടോ. അതവിടെ വലിച്ചു നിന്നോട്ടെ. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഗ്യാരേജ് ഉണ്ട് കേട്ടോ. മിക്കവാറും ഇതിൻ്റെ അകത്ത് വണ്ടി ഉണ്ടാവും. ഇത് ലോക്കാണത്? ഇത് ലോക്കൊന്നല്ല. ഇത് ഏത് വണ്ടി? ഇത് പോലീസിൻ്റെ വണ്ടി ഒന്നുമല്ലല്ലോ. ബർഗർ ഷോട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ആരുടെ വണ്ടിയാണാവോ? എനിക്ക് തോന്നണതേ ഇത് പോലീസുകാർ പിടിച്ചു വെച്ച വണ്ടിയാവുമെന്ന്. കാരണം വണ്ടി മോഡിഫൈഡ് അല്ലേ. അതിന് ലോസ് ആൻഡോസിലെ മോഡിഫിക്കേഷൻ ലീഗലാണല്ലോ. മോഡിഫിക്കേഷൻ അത്ര പ്രശ്നമില്ല. ചിലപ്പോൾ വണ്ടിക്ക് ബുക്കും പേപ്പർ ഉണ്ടാവില്ല, അതുകൊണ്ട് പിടിച്ചതാവും. എന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പോലീസിൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. ഇതിൻ്റെ അകത്തും വണ്ടിയൊന്നുമില്ല. ഓക്കെ, മുമ്പിൽ വേറൊരു ഗ്യാരേജ് ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇതിൻ്റെ അകത്തും വണ്ടിയൊന്നുമില്ലല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഈ 3 ഗ്യാരേജ് മാത്രമുള്ളൂ. ഈ 3 ഗ്യാരേജിലും വണ്ടിയില്ല. പിന്നെ എവിടെ വണ്ടി? പുറത്തുമില്ല, അകത്തുമില്ല. ഹലോ ഫ്രാങ്ക്ലിൻ അണ്ണാ, എന്തായി? വണ്ടി കിട്ടിയ? ഇല്ല ഷിൻചാനെ, ഇവിടെ വണ്ടിയൊന്നുമില്ല. സൂപ്പർ കാർ പോയിട്ട് ഒരു സാധാരണ കാർ പോലും കാണാനില്ല. ഇവിടെ 3 ഗ്യാരേജ് ഉണ്ട്. 3 ഗ്യാരേജിൻ്റെ അകത്തും വണ്ടിയില്ല. അത് ശരി. എന്നാ പിന്നെ അണ്ണൻ ടെറസിന്റെ മേലെ നോക്കി നോക്ക്. ടെറസിൻ്റെ മേലെയാ? ആരെങ്കിലും ടെറസിൻ്റെ മേലെ സൂപ്പർ കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്യോ? നീ എന്തുട്ടി പറയണ്? അയ്യോ അണ്ണാ, ഞാനൊരു തമാശ പറഞ്ഞതാ. അവിടെ വണ്ടി ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമുക്ക് വീട്ടിൽ പോവാം. ശരി. അല്ല, ഇനി ഷിൻചാൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവോ? വണ്ടി ടെറസിൻ്റെ മേലെ ഉണ്ടാവോ? പറയാൻ പറ്റില്ല. ലോസ് ആൻഡോസിലെ പോലീസുകാരാ, അവർ പലതും ചെയ്യും. നമുക്കെന്നൊരു കാര്യം ചെയ്യാം.
ഈ പോലീസ് സ്റ്റേഷൻ്റെ ടെറസ് വരെ ഒന്ന് പോയിട്ട് വരാം. മുമ്പിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാൾ നമ്മളെ കണ്ടോന്ന് അറിയില്ല. ആ കണ്ടാലിപ്പോൾ എന്താ, അയാൾ അവിടെ ഫുൾ ടൈം സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ അധികം കാലം ഉണ്ടാവില്ല. ഓക്കെ, നേരത്തെ അവിടെ രണ്ട് പോലീസുകാർ നിന്നുണ്ടായിരുന്നില്ലേ, അവരിപ്പോൾ തിരിച്ചു വന്നേക്കാണ്. അവർ പക്ഷേ അങ്ങോട്ട് നോക്കി നിൽക്കുക. എന്തെങ്കിലും ആവട്ടെ, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പതുക്കെ അങ്ങ് അകത്തേക്ക് കയറാം. ഓക്കെ, ഇവിടെ ഇപ്പോഴും പോലീസുകാരൊന്നും ഇല്ല കേട്ടാ, ഒരാളിനെയും പോലും കാണാനില്ല. നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് പോവാം. ഇതാന്ന് തോന്നുന്നുണ്ട് റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള വഴി. ആ ഇത് തന്നെയാണ്. ഓക്കെ, ഇവിടെ റൂഫ് ആക്സസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് വഴി. ലെറ്റ്സ് ഗോ. ഈ പോലീസ് സ്റ്റേഷനിൽ എത്ര നിലയുണ്ട്? 4 നിലയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2ാമത്തെ ഫ്ലോറിലേക്ക് എത്തി. ഇപ്പോൾ 3ാമത്തെ ഫ്ലോറിലെത്തി. 4ാമത്തെ ഫ്ലോർ അപ്പോൾ ടെറസോ? യെസ്, 4ാമത്തെ ഫ്ലോർ ടെറസാ. ഓക്കെ, ഇവിടെ മുമ്പിൽ ഒരു ഹെലികോപ്റ്ററൊക്കെ കാണാണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ സൈഡിൽ ഒരു സൂപ്പർ കാർ ഉണ്ട്. ഇതേതാ വണ്ടി? ബുഗാട്ടിയെന്ന് തോന്നുന്നുണ്ട്. ആ ഇതാ മറ്റേ ആൻഡ്രൂ ടൈറ്റിൻ്റെ ബുഗാട്ടി ഇല്ലേ, ആ മോഡലാ. എന്നാലും ഷിൻചാനത് എങ്ങനെ മനസ്സിലായേ ഇത് ടെറസിൻ്റെ മേലെ ഉണ്ടാവുമെന്ന്? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. എടാ ഷിൻചാനെ, വണ്ടി കിട്ടിയടാ, ഇത് ടെറസിൻ്റെ മേലെ ഉണ്ട്. അണ്ണന് വണ്ടി കിട്ടിയ? എന്നാലും അതെങ്ങനെ? ഞാൻ നേരത്തെ ജസ്റ്റ് തമാശക്ക് പറഞ്ഞതാ, ഇതിപ്പോ സീരിയസ് ആയല്ലോ. ശരിക്കും അവിടെ വണ്ടിയുണ്ട്? ആടാ ഷിൻചാനെ, ഇവിടെ വണ്ടിയുണ്ട്, ഒരു ബുഗാട്ടിയാ. ബുഗാട്ടി ഏതാ മോഡല് എനിക്കറിയില്ല. മറ്റേ ആൻഡ്രൂ ടൈറ്റിൻ്റെ ബുഗാട്ടി ഇല്ലേ, ആ മോഡലാ. ആ ബുഗാട്ടി ചിരോൺ. ആ അതന്നെ, ആ മോഡലാ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ. ഞാനിപ്പോൾ ഈ ബുഗാട്ടി എടുത്തിട്ട് വരാം. അയ്യോ അത് വേണ്ട, ഞാനും കൂടി അണ്ണൻ്റെ കൂടെ വരാം. വേണ്ട ഷിൻചാനെ, നീ പറയണത് കേൾക്ക്. ഇവിടെ ഇപ്പോൾ പലതും സംഭവിക്കും. നീ ആ വണ്ടി എടുത്ത് വേഗം വീട്ടിലേക്ക് ചെല്ല്. ആ ശരി അണ്ണാ. ഓക്കെ, ഇവിടെ ഞാൻ ഷിൻചാനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞേക്കാണ്. പറയാൻ പറ്റില്ല, ഇവിടെ ഇപ്പോൾ പലതും സംഭവിക്കും. ഓക്കെ, ഇതെന്തത്? എനിക്കിവിടെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഓ പടിപ്പാളിയല്ലോ. നമുക്കിനി എങ്ങനെയെങ്കിലും സ്ഥലം വിടണം. അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. ഈ വണ്ടിക്കാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. വല്ല SUV ആയിരുന്നെങ്കിൽ സുഖമായിട്ട് ചാടി കിടക്കായിരുന്നു. ഇത് നേരെ ഫ്രണ്ട് പോയിട്ട് തട്ട. എങ്ങനെ ഇത് പുറത്തേക്ക് എടുക്കുക? ഇതേ പോലീസുകാർ മേലേക്ക് കയറി വന്നേക്കണ്. എല്ലാത്തിനും അങ്ങ് ഇടിച്ചിട്ടേക്കാം, വേറെ വഴിയില്ല. ഓ ഇവിടെ കുടുങ്ങിയല്ലോ. ഓ പുറത്തേക്ക് എടുക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അല്ല, ഈ വണ്ടിക്ക് ബൂസ്റ്റർ ഇല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഈ വണ്ടിയിൽ ബൂസ്റ്റർ ഉണ്ട്. ഓ ഈ കാര്യം ഞാൻ നേരത്തെ ആലോചിച്ചില്ല. നമ്മളിപ്പോൾ ഏതായാലും ടെറസിൻ്റെ മേലെ നിന്ന് ചാടിയേക്കാണ്. ഇനി വേഗം സ്ഥലം വിടാം. ഓ വണ്ടിയുടെ സൈറൺ ഓൺ ആയിക്കാണല്ലോ. ഈ സൈറൺ ഇങ്ങനെ ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ പോലീസുകാർ നമ്മളെ സുഖമായിട്ട് പിടിക്കും. ഓക്കെ, ഇവിടെ ഞാൻ സൈറണൊക്കെ ഓഫ് ആക്കിയേക്കാണ് കേട്ടോ. ഇനി പോലീസുകാർ നമ്മളെ പെട്ടെന്ന് പിടിക്കില്ല. ഈ വണ്ടി ബൂസ്റ്റർ ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുണ്ട്. ഒരു 300 കിലോമീറ്റർ സ്പീഡിൽ വരെ പോവും ബൂസ്റ്റർ ഇല്ലാണ്ട്. അല്ല, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോവാ? ലോസ് ആൻഡോസ് സിറ്റിയിൽ നിറച്ച് പോലീസുകാരാ. എവിടെ പോയിട്ടാ ഒളിച്ചിരിക്കുക? നമുക്കൊന്ന് നേരെ പോയി നോക്കാം. മുമ്പിൽ മറ്റേ മേസ് ബാങ്ക് അരീനുണ്ട്. ആ ഭാഗത്ത് മിക്കവാറും പോലീസുകാരുണ്ടാവും. ഓക്കെ, ഇവിടെയും പോലീസുകാരുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് നേരെ പോവാം. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഈ വണ്ടിക്ക് ഇതുവരെയ്ക്കും ഒരു ഡാമേജ് പോലും വന്നില്ല. ആ ടെറസിൻ്റെ മേലെ വെച്ചിട്ട് ഇഷ്ടം പോലെ വട്ടം വണ്ടി അടിച്ചു. ആ അതെ, ഇവിടെ വെച്ചിട്ട് വണ്ടി അടിച്ചു. അപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഒരു ഡാമേജ് പോലും വന്നില്ല. ഒരു ചെറിയ സ്ക്രാച്ച് പോലും വന്നില്ല. എനിക്ക് തോന്നണത് ഈ വണ്ടി കൂടിയും ഡാമേജ് പ്രൂഫ് ആവുന്നു. നമ്മൾ എത്ര വട്ടം കൊണ്ട് ഇടിച്ചാലും വണ്ടിക്ക് ഒരു ഡാമേജ് പോലും വരാൻ പോണില്ല. ഒരു മിനിറ്റ്, മുമ്പിൽ പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ യൂട്ടേൺ എടുക്കാം. അവർ നമ്മളെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണു. ഇവിടെ റൈറ്റിലേക്കൊരു വഴിയുണ്ട്, ഈ വഴി അങ്ങ് പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഈ ഭാഗത്ത് ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. പോലീസുകാർ പക്ഷേ ഫ്ലൈ ഓവറിൻ്റെ മേലെയാ. അടിയിൽ എനിക്ക് ആരെയും കാണാനില്ല. ഈശ്വര, അടിയിൽ ആരും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പണിയാവും. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഫൈനലി പോലീസിൻ്റെ സൂപ്പർ കാർ അടിച്ചു മാറ്റിയേക്ക. ഇത് പിന്നെ ബുഗാട്ടി ചിരോണ, അത്യാവശ്യം നല്ല വിലയുള്ള വണ്ടിയാ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഇതും കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഷിൻചാൻ വീട്ടിൽ എത്തിയാണാവോ? അവൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവുക ചെയ്തത്. ആ അവൻ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അവൻ ചിലപ്പോൾ ചെറിയ ചെക്കനാവും, പക്ഷെ അവന് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ആ ഷിൻചാൻ പുറത്ത് നിൽക്കണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇതാണോ വണ്ടി? കൊള്ളാലോ. ആടെ ഷിൻചാനെ, വണ്ടി നൈസാ, ഒരു രക്ഷയുമില്ല. ഓ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ്റ്റർ നമ്മൾ വിളിച്ച് പറയും. അന്നേരം അതേപോലെ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണി